അതിന്റെ പേരിൽ എനിക്കിനി പേരും പ്രശസ്തിയൊന്നും വേണ്ട. താൻ പറഞ്ഞ കാര്യങ്ങള് വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോഴും വലിയൊരു പ്രശ്നമുണ്ട്. ഈ പാടത്ത് പണിയെടുക്കുന്നവർക്ക് നിത്യക്കൂലി കിട്ടിയേ പറ്റൂ. നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിക്കുക, വിൽക്കുക, അതിന്റെ പണമൊക്കെ ശേഖരിക്കുക എന്ന് പറയുന്നതേ അതിത്തിരി സമയമെടുക്കുന്ന കാര്യമല്ലേ? എടുക്കും. അതിനൊരു 30 മുതൽ 45 ദിവസത്തെ സമയം കണക്കാക്കണം. കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇതിനെല്ലാം കേന്ദ്രീകരിക്കാൻ ഒരു സ്ഥലം വേണം, വാഹനങ്ങൾ വേണം, തൊഴിലാളികൾക്ക് അതാത് ദിവസം കൂലി കൊടുത്ത് കൂടെ നിർത്തണം. എന്ന് പറഞ്ഞ ഒരു വലിയ തുക തന്നെ വേണ്ടേ? വേണം. അതിപ്പോ ആരെക്കൊണ്ട് നടക്കാനാ? ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാണോന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റില് ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്ന ഏജൻസികളുണ്ട്. 1-2 പേരെ എനിക്ക് പരിചയമുണ്ട്. നമുക്ക് അവരെ സമീപിക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ തീരുമാനമാണ്. നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഞാൻ നിർബന്ധിക്കില്ല. അത്രേ ഉള്ളൂ. എങ്കിൽ ഞാൻ പൊക്കോട്ടെ. താൻ ചെല്ല, ഞങ്ങളൊന്ന് എല്ലാരും കൂടെ ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ. ഭാർഗവൻ സാറിനെ ഞാൻ വിടണോ? വേണ്ട വേണ്ട, ഞാൻ അവരോട് വരിക. ആ ശരി. ഹരി, എന്താണ് തനിക്ക് തോന്നിയത്? സംഗതി എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഈ നട്ട് മുളപ്പിച്ചത് ആരെങ്കിലും ഒരാൾ ചോദിക്കുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് നഷ്ടപ്പെടുന്നതാണ് കൃഷിക്കാരന്റെ ശാപം. ഇതിനൊരു മാറ്റം വന്നാൽ ഗുണമുണ്ടാവും. സർ, പക്ഷേ ഇത്രയും വലിയ കാര്യമൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ആലോചിക്കാടോ. എന്തായാലും നനഞ്ഞിറങ്ങി, ഇനി കുളിച്ചു കയറാന്ന് പറയാറില്ലേ? നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ, കൂടെ നിൽക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് ഗുണം കിട്ടുന്ന കാര്യമല്ലേ? നമുക്ക് ആലോചിക്കാം.